ഹലോ. അപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ മാമൻ്റെ വീടിൻ്റെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അതിന് പോയിട്ടുണ്ടായിരുന്നു. ഈ ഉത്സവമൊക്കെ തുടങ്ങിയ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്ത് നോക്കിയപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. വീഡിയോ കാണുമ്പോഴത്തേനും ചിലവർക്ക് നാണം വരലും വീഡിയോയ്ക്ക് പോസ് ചെയ്യലൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ബാക്കിലേക്ക് ചെല്ലുമ്പോൾ അത് അമ്മമാരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മായും വലിയമ്മയും അമ്മമ്മയും മേമയും അമ്മയും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും നല്ല കഥ പറച്ചിലും ഫുഡ് കഴിക്കലിലും ഒക്കെയാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ കുറച്ച് കാലമൊക്കെയായിട്ട് ഈ പൂരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴേക്കും എല്ലാവരും ഒത്തുകൂടുന്നുള്ളൂ. ഈ ഒത്തുകൂടലൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ. ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിലുള്ള ഗ്രൗണ്ടിൽ ഇതാ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നക്ഷമോൻ ആദ്യം ഒന്ന് കരഞ്ഞെങ്കിലും പിന്നെ അവൻ തോളി കിടന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സമയം കൊണ്ട് അമ്മായി അവിടെ നല്ല ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഈ ഉണ്ണിയപ്പം കണ്ടപ്പോൾ അത് എടുത്ത് വീഡിയോ എടുക്കലാണ്. എൻ്റെ ഈ വീഡിയോ എടുക്കൽ കഴിയാൻ വേണ്ടി ക്ഷമയോടെ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. ഇവരുകളൊന്നും വയലൻ്റ് ആവാത്തത് എൻ്റെ ഭാഗ്യം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പൂരത്തിന് പോവാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ബാക്കിലുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ അതിസാഹസികമായി വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂരപ്പറമ്പിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഈ കാവടിയാണ്. ഈ കാവടിയുടെ ഇടയിൽ കൂടെ കയറിയിട്ട് നമ്മൾ നേരെ മെയിൻ റോട്ടിലേക്ക് എത്തി. റോട്ടിലിത് നല്ല ശിങ്കാരി മേളം കൊട്ടുന്നുണ്ട്. ഈ ശിങ്കാരി മേളമൊക്കെ കൊട്ടുമ്പോൾ അതിൻ്റെ കൂടെ തുള്ളാനൊക്കെ ആയിട്ട് തോന്നാത്തവരാരും ഇല്ലല്ലേ. അങ്ങനെ കുറേ പേര് അവിടെ കിടന്ന് തുള്ളുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു. വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്താണ് നമ്മളിൽ നിന്ന് കൊട്ടുന്ന റോഡ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങ് കൊടുത്തപ്പോൾ ഒരേട്ട ഓടി വന്നിട്ട് ഇതൊന്ന് നിർത്താൻ പറഞ്ഞു. പക്ഷെ ആർക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിർത്താൻ പറഞ്ഞതെന്ന് അറിയാതെ ഇനി എന്തെങ്കിലും പ്രശ്നമൊക്കെ ആവുമെന്ന് വെച്ച് നോക്കുമ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ബാങ്ക് കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കൊട്ടാന്ന്. അപ്പോൾ അവരെല്ലാവരും അതിനോട് സഹകരിച്ചിട്ട് കൊട്ടലൊക്കെ നിർത്തി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നക്ഷമോ അതായി ഇവരൊക്കെ ആയിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇസീനൊന്ന് തോളെടുത്തിട്ട് തുള്ളാ വെച്ചപ്പോൾ അവൾക്കത് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ കീയും അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഇതാ തറ വന്നിട്ട് തുള്ളുന്നുണ്ട്. ഈ തറയുടെ തുള്ളലും കൊട്ടുമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഈ തറ 1 2 എന്നല്ല 20 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫുള്ളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഓരോരോ കലാരൂപങ്ങളായിട്ട് വന്നു തുടങ്ങി. ഫുള്ളി ലേറ്റ് വെച്ചിട്ടുള്ള പരിപാടികളായിരുന്നു. അങ്ങനെ നമ്മുടെ ഒപ്പം ഉള്ളവരൊക്കെ ഇവിടെ നിന്നിട്ട് ചെറുതായിട്ട് താളം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെറ്റ് ശിങ്കാരിമേളം വന്നു. ശിങ്കാരിമേളം ബാൻഡ് സെറ്റ്, തറ, കരിങ്കാളി, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. കരിങ്കാളിയൊക്കെ നമ്മൾ എത്തുന്നതിന് മുന്നേ നമ്മുടെ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികമൊന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. എത്ത് കണ്ടോ, വലിയൊരു പാടാണ്, വലിയൊരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന പാടം. അവിടെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് ഞാനും കണ്ണനും കൂടി നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇനി എന്നെ ആക്കിയിട്ട് വേണം ഇവന് വീട്ടിൽ പോകാനേ.